ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ള വാഹന നിർമ്മാണ കമ്പനികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് നമുക്കറിയാം എപ്പോഴും സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ ഏതാണ് ഉണ്ടാവാറ് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മുടെ ജീപ്പ് തന്നെയാണ് 14th പൊസിഷനിൽ നിൽക്കുന്നത്. ഇവർക്ക് കഴിഞ്ഞ മാസം 250 യൂണിറ്റ്സ് വാഹനങ്ങൾ സെയിൽസ് ആയിരുന്നു കിട്ടിയത്. പറഞ്ഞു വരുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമല്ല, നമ്മൾ മന്ത് ഓൺ മന്തിലാണ് കമ്പയർ ചെയ്യുന്നത്. ജൂൺ 2025 262 വാഹനങ്ങൾ സെയിൽസ് ആയിരുന്നു കിട്ടിയത്. സോ 11 വണ്ടികളുടെ വ്യത്യാസവും 4.2% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ ഉള്ളൂ. അതായത് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ഉള്ളൂ എന്ന് പറയാം. പക്ഷേ 251 വണ്ടികളുടെ സെയിൽ എന്ന് പറഞ്ഞാൽ അത് വളരെ കുറവാണ്. ഇവർക്കിപ്പോൾ കുറേ കാലമായി ജീപ്പ് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്തിട്ട്. ഇവരുടെ മെറിഡിയനാണ് ലാസ്റ്റ് വന്ന വണ്ടി. അത് കഴിഞ്ഞ് പിന്നെ കുറേ സ്പെഷ്യൽ എഡിഷൻസ് ഒക്കെ അല്ലാണ്ട് കാര്യമായിട്ട് ഇവരിവിടെ ഇന്ത്യയിലും ചെയ്തിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇവർ പ്ലാൻ ചെയ്യും, പ്ലാൻ ക്യാൻസൽ ചെയ്യും. അതാണ് ജീപ്പിൻ്റെ പരിപാടി. അതുപോലെ സ്റ്റെല്ലാൻഡ് സ്ക്രിപ്പിൻ്റെ അണ്ടറിൽ വരുന്ന അടുത്ത കമ്പനിയാണ് സിട്രോൻ. ഇവരുടെയും സെയിൽ ജീപ്പിനൊക്കെ ബെറ്റർ ആണെങ്കിലും സ്റ്റിൽ കുറവാണ്. 494 വാഹനങ്ങൾ സെയിൽ മാത്രമേ കഴിഞ്ഞ മാസം കിട്ടിയിട്ടുള്ളൂ. ജൂൺ 2025 610 വാഹനങ്ങൾ സെയിൽ കിട്ടിയതാണ്. സോ 116 വാഹനങ്ങളുടെ വ്യത്യാസവും 19.02% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. മന്ത് ഓൺ മന്തിൽ ആക്ച്വലി നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന സിട്രോൻ ആണ്. ലോ വോളിയം സെയിൽസ് ആയതുകൊണ്ടാണ് ഇത്രയും പെർസെൻറ്റേജ് കണക്കിൽ വ്യത്യാസം വന്നത്. ബട്ട് സ്റ്റിൽ 500 വണ്ടികളെടുത്ത സെയിൽ എന്ന് പറഞ്ഞാലും അത്ര ഇമ്പ്രസീവ് ഒന്നുമല്ല. സിട്രോയിൻ ഇവരുടെ മൊത്തത്തിലുള്ള സ്ട്രാറ്റജി മാറ്റി സിട്രോയിൻ 2.0 പ്രൊജക്റ്റിലേക്ക് കയറാൻ പോവാണ്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. കാരണം ഇവർക്ക് ഇപ്പോൾ ഉള്ള വണ്ടികൾക്ക് ഇനി ഇത്രയേ ഉള്ളൂ പൊട്ടൻഷ്യൽ, അതാണ് പ്രശ്നം. ഇനി നമ്മുടെ 12th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം നിസാനാണ്. നിസാൻ ഇന്ത്യയിലും മാഗ്നൈറ്റ് ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മാഗ്നൈറ്റിൻ്റെ സെയിൽ തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ടോട്ടൽ കമ്പനിയുടെ സെയിലായിട്ടും കാണാൻ പറ്റുന്നത്. 1420 വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. ജൂൺ മാസത്തിൽ 1313 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. അതായത് നമുക്ക് 107 വാഹനങ്ങളുടെ വ്യത്യാസവും 8.15% ഗ്രോത്ത് റേറ്റുമാണ് കാണാൻ പറ്റുന്നത്. ഡീസൻ്റ് ആണ് സെയിൽ. ആക്ച്വലി ഒറ്റ വണ്ടി ഉള്ളൂ എന്നുള്ള രീതിയിൽ നോക്കുമ്പം വലിയ കുഴപ്പമില്ല. പക്ഷേ സ്റ്റിൽ ഇനിയിപ്പോൾ അടുത്ത വർഷം ഇവരുടെ പുതിയ SUV ഒക്കെ വരുമ്പോഴേക്കും വീണ്ടും സെയിൽ കൂടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാഗ്നൈറ്റിനെ കൊണ്ട് പറ്റാവുന്നത്രയും കാലം ഇത് പിടിച്ചു നിന്ന് 2020 ഇറങ്ങിയതാണ്. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. സ്റ്റിൽ ഇത് മാത്രമേ അവർക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ റെനോയുടെ അവസ്ഥയും. പക്ഷേ അത് നിസാനൊക്കെ കുറച്ചും കൂടെ മോശമാണ്. കാരണം ഇവർക്ക് ഡ്രൈവറുണ്ട്, കൈഗറുണ്ട്, ക്വിഡ് ഉണ്ട്. ഈ 3 വണ്ടികളും വെച്ചുകൊണ്ട് ആകപ്പാടെ കഴിഞ്ഞ മാസം 2575 വാഹനങ്ങൾ സെയിൽ മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. ജൂൺ മാസത്തിൽ 2625 വാഹനങ്ങൾ സെയിലായിരുന്നു വന്നത്. സോ ഇവിടെ 50 വണ്ടികളുടെ വ്യത്യാസം 1.9% ഡീഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന റെനോയ്ക്കാണ്. പിന്നെ കഴിഞ്ഞ മാസം ഇവരുടെ പുതിയ റെനോ ഡ്രൈവറിൻ്റെ ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത മാസത്തെ സെയിൽസ് ലിസ്റ്റ് വരുമ്പോഴേക്കും ചിലപ്പം കുറച്ചുകൂടെ കൂടുതൽ സെയിൽ അതിന് വന്നേക്കാം. എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ കൈഗറിൻ്റെയും കൂടെ ഫേസ് ലിഫ്റ്റ് വരുമ്പോഴേക്കും മൊത്തത്തിലുള്ള സെയിൽ കൂടുമായിരിക്കും. അതുപോലെ അടുത്ത വർഷം ഇവരുടെയും പുതിയ ജനറേഷൻ ഡസ്റ്റർ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ സെയിൽ തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മുടെ അടുത്ത 10th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഫോക്സ് വാഗൻ ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 3212 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ജൂൺ മാസത്തിൽ 3089 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. വലിയ വ്യത്യാസമില്ല. 123 വാഹനങ്ങളുടെ വ്യത്യാസവും 3.98% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഗ്രോത്ത് പെർസെൻറ്റേജ് നമ്മുടെ ഇപ്പോൾ ലിസ്റ്റിലെ ഏറ്റവും കുറവ് ഫോക്സ് വാഗനാണുള്ളതെങ്കിലും ഇപ്പോൾ വെർട്ടസും ടൈഗണും മാത്രമാണ് അവർക്ക് മെയിനായിട്ട് 2 വണ്ടികളുള്ളത്. അങ്ങനെയൊക്കെ നോക്കുമ്പം വളരെ ഡീസൻ്റ് ആയിട്ടുള്ള സെയിലാണെന്ന് പറയാം. ഇനിയിപ്പം അവരുടെ ഒരു സഫോമെട്രി SUV കയ്യിലൊക്കെ ബേസ് ചെയ്ത് അടുത്ത വർഷം വരും. അതും കൂടെ വരുമ്പോഴേക്കും ഏകദേശം സ്കോഡ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് മിക്കവാറും ഇവരുടെ സെയിൽ കയറി പോകുമായിരിക്കും. പക്ഷേ ഇപ്പം എന്തായാലും ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ സ്കോഡ ഉണ്ടാവും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം സ്കോഡയ്ക്ക് ഇപ്പോൾ കയ്യിലേക്കുണ്ട്. എനിവേ നമ്മുടെ 9th പൊസിഷനിൽ നിൽക്കുന്ന ഹോണ്ടയാണ്. ഇവർക്ക് കഴിഞ്ഞ ദിവസം 4050 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ജൂൺ മാസത്തിൽ 4618 വാഹനങ്ങൾ സെയിൽ കിട്ടിയതായിരുന്നു. അതും വലിയ കുഴപ്പമില്ലായിരുന്നു. 568 വാഹനങ്ങളുടെ വ്യത്യാസവും 12.3% ഡീഗ്രോത്ത് റേറ്റൊക്കെ നമുക്കിവിടെ കാണാം. സോ ബേസിക്കലി രണ്ടാമതായി ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഹോണ്ടയ്ക്കാണ് സിട്രോയിന് ശേഷം. ഇവരിപ്പോൾ അത്യാവശ്യം വണ്ടികളൊക്കെ നന്നായിട്ട് ഇറക്കിയിട്ടുണ്ട്. എലവേറ്റ് ഇറക്കി, പുതിയ ജനറേഷൻ അമേസ് ഇറക്കി. സിറ്റിക്ക് മാത്രമേ ഇത്തിരി അപ്ഡേറ്റിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ബാക്കി വണ്ടികളൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്നാലും സെയിൽ അത്രയ്ക്ക് അങ്ങോട്ട് കയറുന്നില്ല. വേണമെങ്കിൽ എലിവേറ്ററിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സൊക്കെ കൊടുത്തിറക്കായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ കൊടുത്തിട്ട് കാര്യമുണ്ടെന്നുള്ളത് അറിയില്ല. ഇനി അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന ഡെഫിനറ്റ്ലി സ്കോഡ തന്നെയാണ്. അവർക്ക് കഴിഞ്ഞ മാസം 5554 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ട്. ജൂൺ മാസത്തിൽ 5014 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം 540 വാഹനങ്ങൾ സെയിൽ കൂടിയിട്ടുണ്ട്. ആൻഡ് നമുക്കിവിടെ 10.77% ഗ്രോത്ത് റേറ്റും കാണാം. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് ആണ്. ആൻഡ് സെയിലാണെങ്കിലും വളരെ നല്ലതാണ്. സ്കോഡയ്ക്ക് പൊതുവെ ഇത്രയും സെയിൽ വരാത്തതാണ്. ഇതിനകത്ത് മേജർ കോൺട്രിബ്യൂഷൻ കൈലാക്കൻ തന്നെയാണ്. ഏകദേശം ഒരു 4000-ന് മുകളിൽ കൈലാക്കായിരിക്കും. ബാക്കി കുശാക്കും സ്ലാവിയും ഇപ്പം ഏകദേശം 700, 500, 800 ആ റേഞ്ചൊക്കെ തന്നെ വിൽക്കാറുള്ളൂ. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഡിമാൻഡ് ഇപ്പോൾ കൈലാക്ക് ഒന്നോടുകൂടി കുറഞ്ഞു. അതായത് സ്കോഡ ഡീലർഷിപ്പിലേക്ക് പോകുന്നവർ നേരെ കൈലാക്ക് എടുക്കുന്നത് തിരിച്ചിറങ്ങി വരുന്നു. മറ്റ് 2 വണ്ടികൾ ഇപ്പോൾ അധികം കൺസിഡർ ചെയ്യുന്നില്ല.
ഇനി അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി എം ജി ആണ്. ഇവർക്ക് എന്തായാലും കഴിഞ്ഞ മാസം 6678 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ട്. വിൻസർ റിവ്യൂ വന്നതോടെ എം ജിയുടെ മൊത്തത്തിലുള്ള സെയിൽസ് നന്നായിട്ട് കയറി. ഇനിയിപ്പോൾ ഇതുപോലത്തെ 2-3 വണ്ടിയും കൂടെ ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പം മിക്ക മാസവും 10,000-നടുത്തും സെയിൽ കിട്ടാനുള്ള പൊട്ടൻഷ്യൽ കമ്പനിയാണ് എം ജി. ഇത്രയും കഴിഞ്ഞ മാസം കിട്ടിയെങ്കിലും ജൂൺ മാസത്തിൽ 5829 ആയിരുന്നു. ബട്ട് സ്റ്റിൽ അതും അത്ര മോശമൊന്നുമല്ല. 849 വാഹനങ്ങളുടെ വ്യത്യാസവും 14.57% ഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ മന്ത് ഓൺ മന്ത് ബേസിൽ ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന ഒരു കമ്പനിയാണ് എം ജി. ഇനിയിപ്പം നമുക്ക് നോക്കാം അവരുടെ അടുത്ത വാഹനങ്ങൾ. ഇപ്പോൾ പ്രത്യേകിച്ച് JSW ആയിട്ടുള്ള കൊളാബറേഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് ഫണ്ടിങ്ങും കിട്ടും വണ്ടികൾ ഇറക്കാൻ. സോ മിക്കവാറും വരും കാലങ്ങളിൽ കുറച്ചുകൂടെ മുകളിലേക്ക് പോകുമായിരിക്കും. ഇനി അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി കിയ ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 22,135 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. നല്ല സെയിലാണ്. ജൂൺ മാസത്തിൽ 20,625 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. 1,510 വാഹനങ്ങളുടെ വ്യത്യാസം 7.32% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ടൊയോട്ടയുടെ സെയിലും കൂടിയിട്ടുണ്ട്. ടൊയോട്ടയാണ് നമ്മുടെ 5th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി. ഇവർക്ക് കഴിഞ്ഞ മാസം 29,159 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ജൂൺ മാസത്തിൽ 26,453 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. സോ 2,706 വാഹനങ്ങളുടെ വ്യത്യാസം 10.23% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. എഗെയിൻ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. പിന്നെ ടൊയോട്ടയ്ക്ക് അവരുടെ സ്വന്തം വണ്ടികൾ വിൽക്കുന്ന നമ്പർ കുറവാണ്. ഗ്ലാൻസ, പിന്നെ ടൈസർ, റൂമിയോ ഇങ്ങനത്തെ വണ്ടികളൊക്കെയാണ് അവർ ഒരു 10,000-ന് മുകളിൽ വിൽക്കുന്നത്. അതുകൊണ്ട് വളരെ നല്ലതെന്ന് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. ഇനി നമ്മുടെ അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ടാറ്റ മോട്ടോഴ്സ് ആണ്. അവരുടെ സെയിൽ അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ മാസം അറ്റ്ലീസ്റ്റ് 39,521 വണ്ടികൾ സെയിലിങ്ങിലുണ്ട്. ജൂൺ മാസത്തിൽ 37,083 വണ്ടികൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ 42 മാസത്തെ കണക്കിൽ വെച്ച് ഏറ്റവും കുറവ് സെയിൽ ടാറ്റയ്ക്ക് വന്ന് ജൂൺ മാസത്തിൽ ഈ വർഷമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എനിവേ കഴിഞ്ഞ മാസം ഇത്രയും കൂടെ കൂടിയിട്ടുണ്ട്. 2,438 വാഹനങ്ങളുടെ വ്യത്യാസവും 6.57% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ടാറ്റ ഇപ്പോൾ പതുക്കെ മാർക്കറ്റ് ഷെയറും അതുപോലെ തന്നെ ഡിമാൻഡും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാം. ഇനിയിപ്പോൾ അവരുടെ വണ്ടികളിൽ മെയിൻ്റനൻസും സർവീസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാനും ചാൻസ് ഉണ്ട്. നമ്മുടെ 3rd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി അഗൈൻ ഹ്യുണ്ടായി ആണ്. 2nd പൊസിഷനിലല്ല ഹ്യുണ്ടായി. ഇവർക്ക് കഴിഞ്ഞ മാസം 43,973 വണ്ടികളുടെ സെയിലാണ് വന്നിരിക്കുന്നത്. ജൂൺ മാസത്തിൽ 44,24 വാഹനങ്ങൾ സെയിലായിരുന്നു. സോ ബേസിക്കലി വലിയ വ്യത്യാസമില്ല. ജസ്റ്റ് 51 വണ്ടികളുടെ വ്യത്യാസമുള്ളൂ. 0.12% ഡീഗ്രോത്ത് റേറ്റ് ഉള്ളൂ. നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി ഹ്യുണ്ടായി ആണ്. ഇവരും ശരിക്കും പറഞ്ഞാൽ മിക്കവാറൊക്കെ 2nd പൊസിഷനിൽ നിൽക്കുന്നതായിരുന്നു. പക്ഷേ ഒരു കമ്പനി വന്നതോടുകൂടി അതങ്ങ് മാറി കിട്ടി. ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി കാണാമായിരിക്കും. 2nd പൊസിഷനിൽ മഹീന്ദ്ര തന്നെയാണ്. 49,871 വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് കഴിഞ്ഞ മാസം കിട്ടിയിരിക്കുന്നത്. ജൂൺ മാസത്തിൽ 47,306 വാഹനങ്ങളുടെ സെയിലായിരുന്നു. 2,565 വാഹനങ്ങളുടെ സെയിൽ പിന്നെയും കൂടിയിട്ടുണ്ട്. 5.42% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അതും 20 to 30 ലാക്സിന് ഇടയിലുള്ള വണ്ടികൾ വിറ്റിട്ടാണ് മഹീന്ദ്ര ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും അതുപോലെ 50,000-നടുത്ത് വണ്ടികൾ വിൽക്കുന്നതും. ഇതിന് മുന്നേ ടാറ്റയാണ് ഈ 50-53 ആ റേഞ്ചിലൊക്കെ വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പോൾ മഹീന്ദ്ര ആ റേഞ്ചിലേക്ക് കയറിയിട്ടുണ്ട്. ഹ്യുണ്ടായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും മഹീന്ദ്രയാണ്. ടാറ്റയും മാരുതി സുസുക്കി ഒന്നും ഹ്യുണ്ടായിക്ക് പേടിയില്ല. പക്ഷേ മഹീന്ദ്രയെ പേടിക്കണം എന്നാണ് ഹ്യുണ്ടായി എന്ന് പറയുന്നത്. ഇനി നമ്പർ 1 പൊസിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, മാരുതി സുസുക്കി തന്നെയാണ്. കഴിഞ്ഞ മാസം 1,37,776 വാഹനങ്ങൾ സെയിലാണ് വന്നത്. ജൂണിൽ ഇത്തിരി കുറഞ്ഞു പോയായിരുന്നു. 1,18,906 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. സോ 18,870 വാഹനങ്ങളുടെ വ്യത്യാസവും 15.87% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം എന്തായാലും കുറച്ച് ഗ്രോത്ത് ഉണ്ടെന്ന് പറയാം. ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ വാഹന നിർമ്മാണ കമ്പനികളുടെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടി ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.